ഒരു മോഷ്ടാവിൻ്റെ ഡയറി എന്ന കഥയുടെ തുടർഭാഗം. എൻ്റെ മുഖത്തെ ക്ഷീണം കണ്ടിട്ട് പോലും അലിവ് തോന്നാത്ത ഈ ലോകത്ത് മര്യാദയ്ക്ക് യാതൊരു വിലയുമില്ല. ആരോടും വെറുതെ ഞാനൊന്നും ചോദിച്ചില്ല. ആഹാരമായിട്ടായാലും കൂലി തന്നാൽ മതി. ഒരു നേരം എനിക്കും മുത്തശ്ശിക്കും വിശപ്പടക്കാൻ പറ്റിയാൽ അതുതന്നെ ഭാഗ്യമെന്നേ കരുതിയുള്ളൂ എന്നൊക്കെ ഓർത്തുകൊണ്ട് മുഖം തിരിച്ചപ്പോൾ തോടിൻ്റെ കരയിലെ പ്ലാമൂടനെന്ന് വിളിക്കുന്ന സ്കറിയുടെ പറമ്പിൽ പടർന്ന് പന്തലിച്ച് കാച്ചിൽ കിടക്കുന്നു. പിന്നെ ഒട്ടും വൈകിയില്ല. കയ്യാലയിലേക്ക് ചാടി കയറി ഞാൻ കൈകൊണ്ടും കമ്പുകൊണ്ടും മാന്തി പൊക്കി. ഒരു വലിയ കാച്ചിലായിരുന്നു അത്. ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു കഷ്ണം അടർത്തിയെടുത്തു. ബാക്കി ചപ്പിട്ട് മൂടി. കിട്ടിയതും കൊണ്ട് വീട്ടിലേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു. ചെന്നതേ മുത്തശ്ശി എന്ന് നീട്ടി വിളിച്ചു. എന്താ കുഞ്ഞേ? ഞാനത് കയ്യിൽ കൊടുത്തു. എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇത് എവിടുന്നാ? ഞാൻ മുഖത്ത് നോക്കാതെ പറഞ്ഞു. ഒരു ചേച്ചി തന്നതാ. ഇവിടുത്തെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഇനി തരാമെന്നും പറഞ്ഞു. മുത്തശ്ശി അത് വേഗം വൃത്തിയാക്കി പുഴുങ്ങി. കാന്താരിയും ഉപ്പും ചതച്ച് ഉള്ളിയില്ലാതൊരു ചമ്മന്തി അതുകൂട്ടി ഞങ്ങൾ വയറ് നിറയെ കഴിച്ചു. കുറേ ദിവസം കൂടി വിശപ്പറിയാതെ ഞങ്ങളൊന്നുറങ്ങി. അതായിരുന്നു എൻ്റെ മോഷണത്തിൻ്റെ അരങ്ങേറ്റം. പിന്നീട് ഞാൻ പണി അന്വേഷിച്ചിട്ടേയില്ല. എൻ്റെ മുഖത്തെ വിശപ്പിൻ്റെ വിളി അറിയാത്ത മനുഷ്യരോട് കെഞ്ചിയിട്ട് കാര്യമില്ലെന്ന് അന്ന് മുതൽ ഞാൻ മനസ്സിലാക്കി. പിന്നീട് ആരുടെ പറമ്പിൽ തിന്നാൻ കൊണ്ടാവുന്ന എന്ത് കണ്ടാലും ഞാൻ അടിച്ചു മാറ്റും. കാച്ചിൽ തുടങ്ങി ചേമ്പ്, ചേന, ഏത്തക്കുല എന്ന് വേണ്ട കണ്ണിൽ പെടുന്നത് എന്തും ഞാൻ എടുക്കും. ആരോടും ചോദിക്കില്ല. ആദ്യമൊക്കെ മുത്തശ്ശി എന്നെ വിലക്കാൻ നോക്കി. പക്ഷേ ഞാൻ എളുപ്പവഴിയിൽ ക്രിയ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് മോഷണത്തിന് പുതിയ മാനങ്ങൾ ഞാൻ കണ്ടെത്തി. എൻ്റെ ജോലി രാത്രിയിലേക്കാക്കി. പലചരക്ക് കട കുത്തി തുറന്ന് അരി സാധനങ്ങൾ ഞാൻ എടുത്തുകൊണ്ട് വീട്ടിൽ വയ്ക്കും. എന്നും എങ്ങനെയാ കിഴങ്ങ് തിന്ന് ജീവിക്കുന്നത്? എന്തായാലും നനഞ്ഞു. ഇനി കുളിച്ചു കയറാം. ഇതിനിടയിൽ 2 or 3 തവണ എന്നെ ചിലർ പിടിച്ചു. ഞാൻ അവിടെ നിന്നെല്ലാം വഴുതി രക്ഷപ്പെട്ടു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മുത്തശ്ശിക്ക് വയ്യാതായി. ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ കയ്യിൽ പണമില്ല. വണ്ടി വിളിക്കാതെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും സാധിക്കില്ല. ഞാൻ തലപുകഞ്ഞാലോചിച്ചു. ഒരെത്തും പിടിയും കിട്ടിയില്ല. ഒടുവിൽ ഞാൻ തീരുമാനിച്ചു, വിലപിടിപ്പുള്ളത് എന്തെങ്കിലും അടിച്ചു മാറ്റണം. പണം ഉണ്ടാക്കാനല്ലാതെ സാധിക്കില്ല. അങ്ങനെ ഞാൻ അന്ന് രാത്രിയിൽ സ്ഥലത്തെ പണക്കാരനായ പ്ലാമൂടൻ്റെ വീട്ടിൽ കയറിക്കൂടി. കട്ടിലിനടിയിൽ കയറിയിരുന്നു. അയാൾ മുറിയിലേക്ക് കടന്നു വന്നു. മദ്യമെടുത്ത് ആവോളം കുടിച്ചു. അയാൾ മാത്രമല്ല, ഭാര്യയും ബോധമില്ലാതെ അവർ കട്ടിലിലേക്ക് വീണു. ആ തക്കത്തിന് ഞാൻ അയാളുടെ ആഭരണങ്ങളും മറ്റു വിരിക്കുന്ന അലമാരി കണ്ടുപിടിച്ചു. പക്ഷേ എടുത്തില്ല. കാരണം മറ്റൊന്നുമല്ല, പണമായിരുന്നു എനിക്ക് ആവശ്യം. ഞാൻ അത് തിരയുന്നതിനിടയിൽ ഒരു കാര്യം കണ്ടു. ഞാൻ നിൽക്കുന്നിടത്തെ തറയ്ക്കൊരനക്കം പോലെ. ഞാൻ ശ്രദ്ധിച്ചു നോക്കി. അതൊരു തടി പലക പെയിൻറ്റ് ചെയ്ത് തറ പോലെയാക്കി വെച്ചിരിക്കുകയാണ്. അത് ഞാൻ വളരെ പണിപ്പെട്ട് തള്ളി